stars. Didn't even get to cross. അങ്ങനെ ഫ്രണ്ട്സ് 2 ദിവസത്തെ ഹോട്ടൽ സ്റ്റേ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് ഡിന്നർ എല്ലാം തന്നെ വെറൈറ്റി ഫുഡ്സ് ആയിരുന്നു. എനിക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ക്രാബ് ഞണ്ടിൻ്റെ സൂപ്പായിരുന്നു. നമ്മളുടെ അവസാന ദിവസത്തെ ലഞ്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഷിപ്പിലോട്ട് ഇപ്പം പോവുകയാണ്. നമ്മൾ ടാക്സി വന്ന് പിക്കപ്പ് ചെയ്തു ഹോട്ടലിൽ വന്നിട്ട്. സോ ഇപ്പം പോകുന്ന വഴിയാണ് ഏകദേശം 1 മണിക്കൂർ എന്തോ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫൈനൽ ഗൈസ് 2 ദിവസത്തെ ഹോട്ടൽ സ്റ്റേയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഷിപ്പിലോട്ട് പോവുകയാണ്. ഇപ്പോഴാണ് ഷിപ്പ് അറൈവ് ആയത്. ആങ്കറിലായിരുന്നു. അപ്പോൾ ഇവിടെ സ്വിസിൽ പോർട്ട് സൈഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഷിപ്പ് അലോങ് സൈഡായി കഴിഞ്ഞാൽ കപ്പലിൽ കയറാൻ പറ്റത്തില്ല, സൈൻ ഓൺ സൈൻ ഓഫ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ 2 ദിവസം ഹോട്ടൽ സ്റ്റേ ചെയ്തത്. അടിപൊളിയായിരുന്നു ഹോട്ടൽ സ്റ്റേ. ഫുഡും കാര്യങ്ങളൊക്കെ പൊളിയായിരുന്നു. എസ്പെഷ്യലി അവരുടെ സൂപ്പ്, സീ ഫുഡ് സൂപ്പും കാര്യങ്ങളും സൂപ്പറായിരുന്നു. ഇപ്പോൾ നമ്മൾ 3 പേരുണ്ട്. ഇപ്പം ഇവിടെ ചീഫ് കുക്ക് ഇരിക്കുന്നുണ്ട്, അവിടെ ചീഫ് എഞ്ചിനീയറുണ്ട്. ചീഫ് എഞ്ചിനീയർ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല, നമ്മളിപ്പോഴാണ് കണ്ടത്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്തു. ഇനി ഒരു മണിക്കൂറിൻ്റെ എന്തോ യാത്ര ഉണ്ട്. അടുത്ത് തന്നെയെന്നാണ് പറഞ്ഞാലും 1 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. എന്തായാലും ബാക്കി വിശേഷങ്ങളെല്ലാം ഷിപ്പിൽ ചെന്ന് ഷിപ്പ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആയിരിക്കും. പുതിയ പുതിയ വീഡിയോസൊക്കെ വരും. സോ ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാത്ത ആൾക്കാരൊന്ന് പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസായിട്ട് കാണാം. ബാക്കി വിഷയങ്ങൾ എന്തായാലും ഷിപ്പിലെത്തി കാണാം. സീ യു ഗൈസ്. ഗൈസ്, ഈ കാണുന്നത് നമ്മുടെ കപ്പലല്ല കേട്ടോ, ഇതൊരു ജനറൽ കാർഗോ വെസലാണ്. നമ്മളതൊരു ടാങ്കർ ഷിപ്പാണ്. നമ്മുടെ ഷിപ്പിലോട്ട് എത്തിപ്പെടാനായിട്ട് നമ്മൾ ബോട്ടിലൂടെ യാത്ര ചെയ്ത് വേണം നമ്മുടെ ടാങ്കർ ഷിപ്പിലോട്ട് എത്തിപ്പെടാൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പം ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പ് ആങ്കറിൽ, ഞാൻ പറഞ്ഞ പോലെ ഷിപ്പ് ആങ്കറാണിപ്പം. അപ്പം ബൈ റോഡ് പോകാൻ പറ്റത്തില്ല, ബൈ സീ തന്നെയാണ്. ബോട്ടിലൂടെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം. നല്ല അടിപൊളി കാഴ്ചയാണ്. ഒരുപാട് ഷിപ്പ് ആങ്കറിലുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കണ്ടോ, ഷിപ്പ് ഡ്രൈ ഡോക്കൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇഷ്യൂ കൂടെ പറ്റി. എൻ്റെ ക്യാമറ പിടിച്ചെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്യാമറ കൊടുക്കണം, അല്ലെങ്കിൽ 3000 രൂപ ഫൈൻ അടിക്കുന്നൊക്കെ വേണം. അത് ഏജൻ്റ് ഒരു കളി മാത്രമാണ്. ഷിപ്പിലെത്തിക്കാൻ നമ്മളാണല്ലോ ഹീറോ. അപ്പോൾ ഷിപ്പിലെത്തുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏജൻറ്റ് ഇങ്ങനെ കനകന ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കിടന്നിട്ട്. സോ നമ്മളിപ്പോൾ ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിപ്പ് എവിടെ നിന്നാണ്? ആങ്കറിലാണെന്ന് പറയാം. അവിടെ കുറേ ഷിപ്പൊക്കെ ഉണ്ട് കാണുന്നത്. അതിൽ ഏതോ ഒന്നാണ് നമ്മുടെ. സോ ഗൈസ്, നമ്മൾ കപ്പലിൻ്റെ തൊട്ടടുത്തെത്തി. നമ്മുടെ കപ്പൽ കെം മാലിയ. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിവരെ ഫോളോ ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കപ്പൽ ആങ്കറിലായിട്ട്. എന്തായാലും ഷിപ്പിൻ്റെ തൊട്ടടുത്തെത്തി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷിപ്പിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. എന്തായാലും ബാഗും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മേളിൽ എത്തിക്കാനുണ്ട്. തൊട്ടടുത്തെത്തി നമ്മുടെ കപ്പലിൻ്റെ. നമ്മൾ കയറാനായിട്ട് ഗ്യാങ് റെഡിയാണ്, പക്ഷേ ആരും കാണുന്നില്ല. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷിപ്പിൽ ചെന്നിട്ട് കാണാം. ബൈ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഷിപ്പിൽ എൻ്റെ റൂമിലെത്തി. അതുവരെയുള്ള വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ട്രബിൾ ആയിരിക്കായിരുന്നു ക്യാമറ പിടിച്ചിട്ട്. അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല ഷിപ്പിൽ കയറുന്നത്. ഇപ്പോൾ ഷിപ്പിലാവുള്ളത്. അടുത്ത പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിപ്പിലെത്തിയ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും, പാസ്പോർട്ട്, CDCകൾ, ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ്സ്, കാര്യങ്ങളെല്ലാം നമ്മൾ 3rd ഓഫീസറിന് ഹാൻഡ് ഓവർ ചെയ്യണം. സോ ആ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാണ് ഞാൻ. അപ്പം ഇത് അറേഞ്ച് ചെയ്ത് ഇത് 3rd ഓഫീസറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി അങ്ങ് തീർന്നു. ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഡ്യൂട്ടി ഇതാണ്. നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മുടെ 3rd ഓഫീസറിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി വീഡിയോയിൽ തുടർച്ചയായിട്ട് വരുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും തുടർച്ചയായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായിട്ടും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഹിയർ ആം ഐ സൈനിങ് ഔട്ട്. ജസിൻ ഫ്രം സ്കിൽഡ് മറൈനർ. താങ്ക് യു.